It is one's actions that determine one's destiny. Here we are discussing such a topic, Karma by Kushan Singh. It is a famous short story written by the Indian English writer Kushan Singh. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ കുഷൻ സിംഗിന്റെ വളരെ പ്രശസ്തമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കർമ്മ. ഈ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹി ഈസ് ഓൾസോ എ ജേർണലിസ്റ്റ്, ലോയർ, ഡിപ്ലോമാറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. കുഷൻ സിംഗ് വളരെ പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഒരു വക്കീലാണ്, ഡിപ്ലോമാറ്റ്, രാഷ്ട്ര തന്ത്രജ്ഞനാണ്. അങ്ങനെ പല നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. ആൻഡ് ഹിസ് ഫേമസ് വർക്ക് ഈസ് ട്രെയിൻ ടു പാകിസ്ഥാൻ ആൻഡ് ഇറ്റ് ഈസ് his experiences during the partition of India and was published in 1956. 1956 പബ്ലിഷ് ചെയ്ത ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന കൃതി വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ വർക്കാണ്. ഈ കൃതിയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഹിസ് മേജർ വർക്ക്സ് ആർ ഐ ഷാൽ നോട്ട് ഹിയർ ദ നൈറ്റിംഗേൽ, ഡൽഹി എക്സെട്ര. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്കുകളാണ് ഐ ഷാൽ നോട്ട് ഹിയർ ദ നൈറ്റിംഗേൽ, ഡൽഹി തുടങ്ങിയ കൃതികൾ. Karma is one of the famous short stories of Kushan Singh and it is set in India during the time of the British Raj. ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, കോളനി ആയിരുന്ന സമയത്ത് ഉള്ള അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി, പ്രശസ്തമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കർമ്മ. ആൻഡ് ഇറ്റ് ഈസ് ദി സ്റ്റോറി ഓഫ് Sir Mohanlal, an Indian who is educated at Oxford. ഇതിലെ പ്രധാന കഥാപാത്രം ശ്രീ മോഹൻലാൽ എന്ന കഥാപാത്രമാണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, പക്ഷെ പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്. And he considers his country, his people, their ways of life, customs and other traditions as very bad. പുറത്ത് പഠിച്ചതുകൊണ്ട് തന്നെ, അതായത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് പഠിക്കുന്നത്. ഓക്സ്ഫോർഡിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനാണെങ്കിലും ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാര രീതി, അത് അവിടുത്തെ പാരമ്പര്യം, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം പുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ. ഹി അഡ്മയേഴ്സ് ദ അപ്പർ ക്ലാസ് ഇംഗ്ലീഷ് കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടത്തില്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം ബ്രിട്ടീഷുകാരോടും അവരുടെ ആ ഒരു കൾച്ചറിനോടും ജീവിത രീതിയോടും ഒക്കെയാണ്. ആൻഡ് കർമ്മ മീൻസ്, we have already said that karma means one's actions determine one's destiny. ഒരാളുടെ വിധി തീരുമാനിക്കുന്നത് അയാളുടെ പ്രവൃത്തികളാണ്. ആ ഒരു ടൈറ്റിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സർ മോഹൻലാൽ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വീക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിന് വന്നു ചേരുന്ന ആ ഒരു റിസൾട്ട്സ്, കഷ്ടപ്പാടുകൾ, അതൊക്കെയാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. He often ill-treats his wife Lakshmi and often calls her a fat lady. തന്റെ ഭാര്യയായ ലക്ഷ്മി കുറച്ച് തടിച്ച ഒരു പ്രകൃതമാണ്. അവരെ എപ്പോഴും തടിച്ചി എന്ന് പറഞ്ഞ് കളിയാക്കലുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും വളരെ ക്രൂരമായാണ് അവരോട് പെരുമാറുന്നത്. ആൻഡ് ഓഫൻ ഹി ഗെറ്റ്സ് ദ സെയിം ഇൽ ട്രീറ്റ്മെന്റ് ഫ്രം ദ ബ്രിട്ടീഷ്. അങ്ങനെ ഭാര്യയോട് കാണിക്കുന്ന അതേ വെറുപ്പ് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നു. അതായത് ഒരു ഭാഗത്ത് നമ്മൾ പറയാറുണ്ട്, ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ മറുഭാഗത്ത് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് പോലെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് ആണ് അദ്ദേഹം തന്റെ ഭാര്യയെ എങ്ങനെയാണോ മോശമായിട്ട് കണക്കാക്കുന്നത്, അതേ രീതിയിലാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ആൻഡ് ദ സ്റ്റോറി റിവീൽസ് ദ ഫോൾ ഓഫ് സർ മോഹൻലാൽ ഇൻ എ ഹ്യൂമറസ് വേ. ഇവിടെ സർ മോഹൻലാൽ എന്ന വ്യക്തിയുടെ തകർച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഴ്ച വളരെ രസകരമായ രീതിയിൽ കുഷൻ സിംഗ് ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നു. In the beginning, Sir Mohanlal looks at the mirror of the first class waiting room, and the mirror was made in India, and the red oxide in its back came off at many places. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റില്, ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂമിലാണ് അദ്ദേഹം ഉള്ളത്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴദ്ദേഹം അവിടെയുള്ള മിററിലേക്ക് തന്റെ രൂപം നോക്കുന്നു. ആ മിററിന്റെ പ്രത്യേകത, പല ഭാഗത്തും അതിന്റെ റെഡ് ഓക്സൈഡ് നഷ്ടപ്പെട്ടിട്ട് അത് മാഞ്ഞു പോയിട്ട് പല ഭാഗവും ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയിലാണ് ഉള്ളത്. ആൻഡ് സോ ഹി ടെൽസ് ദ മിറർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് മെനി തിങ്സ് ഇൻ ഹിസ് കൺട്രി ദാറ്റ് ഈസ് inefficient, dirty and indifferent. അദ്ദേഹം കണ്ണാടിയോട് പറയുന്നു,
നീ എൻ്റെ രാജ്യം പോലെ തന്നെയാണ്, എൻ്റെ രാജ്യത്തിലെ ഒന്നിനും കൊള്ളാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി കൺസിഡേഴ്സ് ഹിസ് കൺട്രി, ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ദെയർ വേസ് ഓഫ് ലൈഫ് ആസ് വെരി ബാഡ്. വളരെ മോശമായ രീതിയിൽ പുച്ഛത്തോടു കൂടി തൻ്റെ രാജ്യത്തെയും ജനങ്ങളെയും അവിടുത്തെ ആചാര രീതിയൊക്കെ നോക്കിക്കാണുന്ന ആളാണ് അദ്ദേഹം. മിററിനോട് പറയുന്നു, നീയും എൻ്റെ രാജ്യത്തെ എല്ലാ വസ്തുക്കളെയും പോലെ തന്നെയാണ്, നീയും എന്താണ്, യു ആർ ഇൻഎഫിഷ്യന്റ്, ഡേർട്ടി ആൻഡ് ഇൻഡിഫറൻറ്റ്. ഒരു ഇൻഡിഫറൻറ്റ് മീൻസ് യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത, അതേപോലെ ഡേർട്ടി ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു റെഡ് ഓക്സൈഡ് പല ഭാഗത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ദ മിറർ ലുക്സ് ഡേർട്ടി, ഡേർട്ടി എന്ന് തന്നെ പറയാം, പല ഭാഗത്തും ആ ഒരു അടയാളങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൃത്തികെട്ട രീതിയിലാണെന്ന് പറയുന്നത്. ആൻഡ് ദ മിറർ റിപ്ലൈസ് ഹിം ദാറ്റ് ഹി ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ്, എഫിഷ്യന്റ് ആൻഡ് ഹാൻസം. അതിന് തിരിച്ച് മറുപടി പറയുന്നത്, മിറർ മറുപടി പറയുന്നത്, താങ്കൾ പക്ഷേ വളരെ കാര്യക്ഷമമുള്ളവരാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണത്. നമ്മളെ കുറ്റം പറഞ്ഞാലും നമ്മൾ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുന്ന ആ ഒരു ആചാര രീതി, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റംസ്, ആ ഒരു കൾച്ചർ, അതാണ് ഇവിടെ പറയുന്നത്. മിറർ റിപ്ലൈസ് ദാറ്റ് ഹി ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ്, എഫിഷ്യന്റ് ആൻഡ് ഹാൻസം. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ മോശമാണ്. അതായത് മിറർ പറയുന്നു, നിങ്ങൾ എന്നെ വൃത്തികെട്ടതാണ്, ഇൻഡിഫറൻ്റ് ആണ്, ഒന്നിനും കൊള്ളാത്തതാണെന്നൊക്കെ വിളിച്ചാലും താങ്കൾ നല്ലവനാണ്, താങ്കൾ കഴിവുള്ളവനാണ്, ആൻഡ് യു ആർ ഹാൻസം, നല്ല സുന്ദരനാണ്. ഹി ഹാസ് എ ഗുഡ് ട്രിംഡ് മൊസ്റ്റാഷ്, ഫൈൻ സ്യൂഡ് വിത്ത് കാർണേറ്റഡ് ബട്ടൺ ഹോൾ, ഹാവ് ദ അരോമ ഓഫ് ഫൈൻ പെർഫ്യൂം പൗഡർ എക്സെട്ര. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത, വളരെ നല്ല കുപ്പായം, നല്ല കോട്ടൊക്കെ ഇട്ട കുപ്പായമാണ്, നല്ല ബട്ടൺ ഹോൾ, നല്ല അടിപൊളി ബട്ടൺ ഒക്കെ ഉള്ള നല്ല കുപ്പായം. അതേപോലെ തന്നെ ഹാവ് ദി അരോമ ഓഫ് പെർഫ്യൂം, പെർഫ്യൂമിന്റെ സുഗന്ധമുണ്ട്. അതേപോലെ തന്നെ പൗഡർ മീൻ സോപ്പിന്റെ ഒക്കെ നല്ല സുഗന്ധം തിങ്ങി നിൽക്കുന്ന ഒരു റിച്ച് മാൻ ആണ് ശ്രീ മോഹൻലാൽ. And he sat down there after adjusting his Oxford tie and ordered for a small, as there was time for the train to come. അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹം അവിടെ ഇരുന്നു. കാരണം ഇനി ട്രെയിൻ വരാൻ സമയമുണ്ട്, അതുകൊണ്ട് ഒരു സ്മോൾ ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തു. ആൻഡ് ഹിസ് വൈഫ് ലക്ഷ്മി സിറ്റ്സ് ഔട്ട്സൈഡ് ദ വെയിറ്റിംഗ് റൂം chewing betel leaves on ഗ്രേ സ്റ്റീൽ ട്രങ്ക് ആൻഡ് ഫാനിങ് ഹെർസെൽഫ് വിത്ത് എ ന്യൂസ് പേപ്പർ. നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ഒരു തടിച്ചിയാണ്, അദ്ദേഹത്തിന് വളരെയധികം പുച്ഛമാണ് ഇവളോട്. അപ്പോൾ ലക്ഷ്മി ഈ വെയിറ്റിംഗ് റൂമിന്റെ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അതിന് പുറത്ത് ഇരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ച്യൂയിങ് ബീറ്റൽ ലീവ്സ്, വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റീൽ പെട്ടി അവളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് ഇങ്ങനെ വീശി പുറത്തിരിക്കുകയാണ്. മറ്റേ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ വെയിറ്റിംഗ് റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ തന്റെ ഭാര്യയ്ക്ക് അവിടെ പ്രവേശനമില്ല. ഭാര്യ പുറത്താണ്, വെയിറ്റിംഗ് റൂമിന്റെ പുറത്ത് അവിടെ ഇരുന്ന് കാറ്റ്, ഒരു പേപ്പർ കൊണ്ട് കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷി വാസ് ഫാറ്റ്, ഷോർട്ട് ആൻഡ് ഇൻ മിഡ് 40s. അവരുടെ പ്രത്യേകത തടിച്ചിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഷീ ഈസ് ഷോർട്ട്, നീളം കുറവാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 40 വയസ്സിന്റെ ആ ഒരു പ്രായത്തിലാണ് ഉള്ളത്. ആൻഡ് ഷീ വോർ എ ഡേർട്ടി വൈറ്റ് സാരി, ഒരു വെള്ള സാരിയാണ്, പക്ഷേ മുഷിഞ്ഞ സാരിയാണ്. ആൻഡ് ദർ വാസ് എ ഡയമണ്ട് റിംഗ് ഓൺ ഹെർ നോസ് ആൻഡ് ഷീ വോർ ഗോൾഡ് ബാംഗിൾസ് ഇൻ ഹെർ ഹാൻഡ്സ്. കൈകളിൽ സ്വർണ്ണവളയുണ്ട്, അതേപോലെ തന്നെ മൂക്കുത്തിയുണ്ട്. ആൻഡ് ഷീ ആസ്ക്സ് എ കൂലി ഓഫ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആൻഡ് ഗെറ്റ്സ് എ റിപ്ലൈ ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലാറ്റ്ഫോം. അവള് കൂലിയോട് ചോദിക്കുന്നു, അവിടെയുള്ള ഒരു കൂലിക്കാരനോട് ചോദിക്കുന്നു, എവിടെയാണ് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കുന്നു, ഈ ട്രെയിനിന്റെ, അതായത് ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്താണ്. ദ കൂലി ക്യാരീസ് ദ ട്രങ്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാറ്റ്ഫോം. അങ്ങനെ കൂലി അവരുടെ കയ്യിലുള്ള ആ പെട്ടി ചുമന്ന് ആ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്നു. ലക്ഷ്മി ക്യാരീസ് ഹെർ ബീറ്റൽ ടിഫിൻ കാരിയർ ആൻഡ് ബൈസ് സം മോർ ഓൺ ദ വേ. ലക്ഷ്മി തന്റെ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രേ പെട്ടി ഉണ്ടെന്ന്, അതിനകത്ത് നിറയെ വെറ്റിലയാണ്. ആ വെറ്റില പാത്രവും എടുത്ത് ഇയാളുടെ പുറകെ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറച്ചും കൂടി വെറ്റില വാങ്ങി അതിനകത്ത് സൂക്ഷിക്കുന്നു. ആൻഡ് ദ കൂലി അഷ്യൂർസ് ഹെർ ദാറ്റ് there will be seats in the ladies compartment though the train is crowded. കൂലി അവരോട് പറയുന്നു, ട്രെയിന് തിരക്ക് കാണുമെങ്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായിരിക്കും, സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. ആൻഡ് ഷീ ate ചപ്പാത്തി ആൻഡ് മാംഗോ പിക്കിൾസ്. അങ്ങനെ അവിടെ ആ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേ അറ്റത്തെത്തുന്നു. അവിടെ ഇരുന്ന്
ഭക്ഷണം കഴിക്കുന്നു, ചപ്പാത്തിയും അച്ചാറുമാണ് കഴിക്കുന്നു. ആൻഡ് ഷീ റിവീൽസ് ദ കൂലി ദാറ്റ് ഷീ ഈസ് നോട്ട് അലോൺ. അതിനിടയ്ക്ക് അവൾ പറയുന്നു താൻ ഒറ്റയ്ക്കല്ല. ആൻഡ് ഹർ ഹസ്ബൻഡ് ഈസ് ട്രാവലിംഗ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. പെട്ടെന്ന് കൂലി ഞെട്ടിപ്പോയി, കാരണം ഭാര്യ ലേഡീസ് കമ്പാർട്ട്മെന്റിലും ഭർത്താവ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലും. ആൻഡ് ഷീ സേസ് ദാറ്റ് ഹി ഈസ് എ ഗ്രേറ്റ് മാൻ, എ ബാരിസ്റ്റർ, ആൻഡ് ഹി ഹാസ് കണക്ഷൻ വിത്ത് മെനി ഓഫീസേഴ്സ് ആൻഡ് ഇംഗ്ലീഷ്മെൻ. പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം വലിയ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാരോടും അതേപോലെ തന്നെ വലിയ വലിയ ഓഫീസർമാരോടും ഒക്കെ ബന്ധമുള്ള ആളാണ്, വലിയ വലിയ ആളാണ്. ആൻഡ് ഹി ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മാത്രമേ വായ തുറന്ന് സംസാരിക്കുള്ളൂ, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ച മനുഷ്യനാണ്, അദ്ദേഹം വലിയ ആളാണെന്ന് പറയുന്നു. ആൻഡ് ഷീ ഈസ് എ വില്ലേജ് വുമൺ who cannot understand English and their ways, and so she is forced to travel in the ladies compartment. ഇനി എൻ്റെ അവസ്ഥ എന്താണ്? ഐ ആം എ വില്ലേജ് ഗേൾ, ഐ ആം എ വില്ലേജ് വുമൺ. ഒരു വില്ലേജില് ഗ്രാമീണ സ്ത്രീയാണ് ഞാൻ. ഇനി എന്താണ്? ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ആൻഡ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദെയർ വേസ് ഓഫ് ലൈഫ്. അവരുടെ ജീവിത രീതിയോ അവരുടെ കൾച്ചറോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ആൻഡ് സോ ഹി ടോൾഡ് മീ ഓർ ഐ ആം ഫോഴ്സ്ഡ് ടു ട്രാവൽ ഇൻ ദ ലേഡീസ് കമ്പാർട്ട്മെന്റ്. അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റാത്തതുകൊണ്ട് എന്നെ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ മതിയെന്ന് നിർബന്ധിച്ചതാണ് എന്ന് ലക്ഷ്മി പറയുന്നു. ഷീ ലൈക്ക് ടു ഗോസിപ്പിംഗ് ബട്ട് ഷീ ഹാസ് നോബഡി അറ്റ് ഹോം ടു ടോക്ക്. ലക്ഷ്മിയുടെ മറ്റൊരു പ്രത്യേകത പരദൂഷണം പറയാൻ ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ ആരും തന്നെ സംസാരിക്കാനില്ല. ഹർ ഹസ്ബൻഡ് ഡിഡ്ന്റ് ഹാവ് എനി ടൈം ടു സ്പെൻഡ് വിത്ത് ഹർ. ഇനി ഹസ്ബൻഡിനാണെങ്കിൽ അവളോട് സമയം ചെലവഴിക്കാനുള്ള സമയമില്ലാത്തതല്ല, താല്പര്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു തടിച്ചി എന്നാണ് വിളിക്കുന്നത് തന്നെ. അവൾക്ക് തീരെ അവളുമായിട്ട് സംസാരിച്ചിരിക്കാൻ അയാൾക്ക് തീരെ താല്പര്യമില്ല. ആൻഡ് ഷീ ലിവ്ഡ് ഇൻ ദ അപ്പർ സ്റ്റോറി ആൻഡ് ഹീ ലിവ്ഡ് ഇൻ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഇനി മറ്റൊരു പ്രത്യേകത, അദ്ദേഹം താഴത്തെ നിലയിലാണ്, ഇവള് മുകളിലത്തെ നിലയിലും. ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഹർ പോർ റിലേറ്റീവ്സ്. അവളെയും ഇഷ്ടമല്ല, അവളുടെ പാവപ്പെട്ട ബന്ധുക്കാരെയോ മാതാപിതാക്കളെയോ ആരെയും തന്നെ ഇഷ്ടമല്ല. ആൻഡ് ഓൺ സം നൈറ്റ്സ് ഹി വിസിറ്റഡ് ഹെർ ആൻഡ് ടോക്ക്ഡ് ഇൻ ഹിസ് ആംഗ്ലീസൈസ്ഡ് ഹിന്ദി. ചില സമയങ്ങളിൽ രാത്രിയാവുമ്പോൾ അദ്ദേഹം അവളുടെ അടുത്ത് വരും, എന്നിട്ട് ഇംഗ്ലീഷ് കലർന്ന ഹിന്ദിയിൽ അവളോട് കുറെ നേരം സംസാരിക്കും. ഇവക്കാണെങ്കിൽ ഈ ഒരു സംസാരം ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടം അവളുടെ ഭാഷയിൽ സംസാരിക്കുന്നതാണ്. പക്ഷെ ഈ ഇംഗ്ലീഷ് കലർന്ന ഹിന്ദിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവൾക്കും താല്പര്യമില്ല. ആൻഡ് ദേ ഹാവ് നോ ചിൽഡ്രൻ. അങ്ങനെ അവർക്ക് മക്കളും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കുടുംബം. ആൻഡ് ഷീ ഫിനിഷ്ഡ് ഹെർ മീൽ ബട്ട് കണ്ടിന്യൂഡ് ലിക്കിംഗ് ദ സ്റ്റോൺ ഓഫ് ദ പിക്കിൾഡ് മാംഗോ. അങ്ങനെ നമ്മൾ പറഞ്ഞു, ഒരു ഗ്രാമീണ സ്ത്രീയാണ്, ആ ഒരു നാട്ടിൻപുറത്തുകാരി, വലിയ ജാടകളും വെച്ചുകെട്ടുകളും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരി. അവരവരുടെ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ചപ്പാത്തി ആൻഡ് പിക്കിൾ, അച്ചാറും ചപ്പാത്തിയുമാണ് കഴിക്കുന്നത്. അത് കഴിച്ച് നിർത്തിയെങ്കിലും ആൻഡ് ഷീ ലിക്ഡ് ദ സ്റ്റോൺ ഓഫ് ദി പിക്കിൾഡ് മാംഗോ. ആ മാങ്ങ, ആ ഉപ്പിലിട്ട മാങ്ങയുടെ അതിന്റെ അണ്ടി നക്കിക്കൊണ്ടേയിരുന്നു. ആൻഡ് വെൻ ദ ട്രെയിൻ കെയിം നോബഡി വാസ് ദെയർ ഇൻ ദ ലേഡീസ് കമ്പാർട്ട്മെന്റ്. ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നമ്മുടെ നേരത്തെ കൂലി പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ ക്രൗഡഡ് ആണ്, പക്ഷേ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷീ ഗേവ് 2 അണ ടു ദ കൂലി ആൻഡ് സാറ്റ് നിയർ ദ വിൻഡോ ആൻഡ് വാച്ച് ദ ക്രൗഡഡ് പ്ലാറ്റ്ഫോം. അവര് 2 അണ കൂലിക്കാരന് കൊടുത്തു. അങ്ങനെ ജനലിന്റെ വിൻഡോ സീറ്റിൽ പോയിരുന്ന് പുറത്തെ ക്രൗഡ് നോക്കി അങ്ങനെ ഇരുന്നു. When the train came, Sir Mohanlal was so cool. ട്രെയിൻ എത്തി, പക്ഷേ മോഹൻലാൽ വളരെ ശാന്തനായിരുന്നു. ആൻഡ് ഹി കൺസിഡേഴ്സ് എക്സൈറ്റ്മെന്റ്, ബസിൽ ആൻഡ് ഫ്യൂരി ആർ ബാഡ് ഹാബിറ്റ്സ്. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര ഗമ കാണിക്കുന്ന ആളാണ് അദ്ദേഹം. തിരക്കൊന്നും ഉണ്ടാക്കിയില്ല, വളരെ ശാന്തനാണ്. കാരണം ഈ തിരക്ക് കാണിക്കുക, എക്സൈറ്റ്മെന്റ് കാണിക്കുക എന്നൊക്കെ ഉള്ളത് സാധാരണക്കാരുടെ സ്വഭാവമാണ്. അദ്ദേഹം ഹൈ ക്ലാസ് ആണ്, ആ ഒരു വെയിറ്റിട്ട് നിന്നു. ആൻഡ് ഹി nurtured the attitude of the upper class when he was in abroad for 5 years. ഏകദേശം 5 വർഷത്തോളം പുറത്താണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു ഓക്സ്ഫോർഡിലായിരുന്നു പഠിച്ചതെന്ന്. ആ ഒരു ഇംഗ്ലീഷ് പീപ്പിളിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, അപ്പർ ക്ലാസ് ലൈഫ് സ്റ്റൈൽ അദ്ദേഹം അവിടെ നിന്നും വളർത്തിയെടുത്തു. ആൻഡ് ഹി കുഡ് ടോക്ക് ഓൺ എനി സബ്ജക്ട് ആൻഡ് ഹിസ് ഇംഗ്ലീഷ് വാസ് എക്സലന്റ്. അദ്ദേഹത്തിന് ഏത് വിഷയത്തെക്കുറിച്ചും പാണ്ഡിത്യം ഉണ്ടായിരുന്നു, ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ അറിയാം, അതേപോലെ തന്നെ നല്ല ഇംഗ്ലീഷാണ്. ആൻഡ് ഹി വാസ് സോ ഹാപ്പി ടു ഹിയർ ഇംഗ്ലീഷ് പീപ്പിൾ സേയിങ് ദാറ്റ് ഹി സ്പോക്ക് ലൈക്ക് ആൻ ഇംഗ്ലീഷ്മൻ. ഒരു ഇംഗ്ലീഷ് ആള് പറയുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ താങ്കൾ സംസാരിക്കുന്നു എന്ന് ഇംഗ്ലീഷുകാരൻ പറയുമ്പോൾ അത് കേൾക്കുന്നതിൽ വളരെയധികം അഭിമാനം കണ്ടെത്തുന്ന വ്യക്തിയാണ് സർ മോഹൻലാൽ. ആൻഡ് ഹി വണ്ടേർഡ് ഇഫ് ഹി വുഡ് ബി അലോൺ ഇൻ ദ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്.
ട്രെയിൻ വന്നു, ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ആരും തന്നെ വേറെ ആരും ഇല്ല, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഹി വാസ് സോ കാം ആൻഡ് ടുക്ക് ദ ടൈംസ് ഇൻ ഫോൾഡഡ് ഫോം വിച്ച് ഷോഡ് ഇറ്റ്സ് നെയിം. നമ്മൾ നേരത്തെ പറഞ്ഞത് ടൈംസ് എന്ന പത്രമാണ് അദ്ദേഹം വായിക്കുന്നത്. അതേപോലെ തന്നെ ശാന്ത സ്വരൂപത്തിലാണ് കാണപ്പെടുന്നത്. കാരണം ആ ഒരു വെയിറ്റിട്ട് നിൽക്കുന്നത് കൊണ്ട് വളരെ ശാന്തനാണ്. ടൈംസ് പത്രത്തിന്റെ ഹെഡിങ് പുറത്ത് കാണുന്ന രീതിയിൽ മടക്കി പിടിച്ചിട്ടുണ്ട്. When he put it aside, somebody would borrow it. അദ്ദേഹം അത് താത്തി വെക്കുമ്പോൾ അതായത് ആ പത്രം താഴെ വെക്കുമ്പോൾ വേറെ ആരെങ്കിലും ചോദിക്കും. And someone would recognize his balliol tie. Balliol tie means the tie that shows that he was the student of Oxford University. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് കാണിക്കുന്ന ടൈ ഒക്കെ ഇട്ടിട്ടാണ്. അങ്ങനെ അതിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകും. ആൻഡ് ഇഫ് ദേ ഫെയിൽഡ് ഇൻ സച്ച് മാറ്റേഴ്സ് ഹി വുഡ് ഓഫർ ദം എ സ്മോൾ ഓർ വിസ്കി. ഇനി ഇതിനെക്കുറിച്ച് പത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടൈയെ കുറിച്ചോ ഒന്നും സംസാരം വന്നില്ല എങ്കിൽ, ടൈയെ കുറിച്ച് സംസാരം വരുമ്പോൾ തീർച്ചയായിട്ടും they would always talk about the Oxford colleagues, masters, dons, tutors, etc. അതിനെക്കുറിച്ചൊക്കെ സംസാരം വരും. ഇനി ഇതൊന്നും സംസാരിച്ചില്ല എങ്കിൽ ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ തൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നവർക്ക് അദ്ദേഹം പലപ്പോഴും വിസ്കി ഓഫർ ചെയ്യും. ആൻഡ് ഇൻ സച്ച് എ വേ ഹി ക്യാൻ അട്രാക്ട് ഇംഗ്ലീഷ് പീപ്പിൾ. അങ്ങനെയാണ് അദ്ദേഹം ഇംഗ്ലീഷ് പീപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൗ സർ മോഹൻലാൽ അട്രാക്ട് അതേഴ്സ്, മറ്റുള്ളവരെ അല്ലെങ്കിൽ അട്രാക്ട് ഓർ ഹി brings such people, English people into conversation. കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? പത്രം കാണിച്ചിട്ട് അല്ലെങ്കിൽ they always talk about the balliol tie or he offer whiskey to them. ഇനി അങ്ങനെയാണ് അദ്ദേഹം അവരെ ആകർഷിക്കുന്നത്. ആൻഡ് he is sure that whiskey is never failed. ഒരിക്കലും അതിൽ അദ്ദേഹം പരാജയപ്പെടാറില്ല. കാരണം അറ്റ കൈയാണ് വിസ്കി ഓഫർ ചെയ്യുക, അതിൽ വീഴും. And then he takes his gold cigarette for getting an opportunity to talk with them about his good old days. വിസ്കി ഓഫർ ചെയ്തതിന് ശേഷം തൻ്റെ സിഗരറ്റും കൊടുക്കും. അതോടുകൂടി അദ്ദേഹത്തിന് തൻ്റെ പഴയ കഥകൾ, തൻ്റെ ആ ഒരു 5 വർഷക്കാലം ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന ആ സുവർണ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. He considers his 45 years in India as bad with his dirty, vulgar countrymen and the fat old Lakshmi who smelled sweat and raw onion all the time. അദ്ദേഹം 45 വർഷം ഇന്ത്യയിൽ ജീവിച്ചത് വളരെ മോശമായിട്ടാണ് കരുതുന്നത്. തടിച്ചിയായിട്ടുള്ള ലക്ഷ്മി, എപ്പോഴും അവളെ വിയർപ്പിനെ നാറ്റാണ്, അതോടൊപ്പം തന്നെ ഉള്ളിയുടെ നാറ്റവും. ഇങ്ങനെ നാറ്റമുള്ള ഈ ലക്ഷ്മിയോടെ, തടിച്ചിയായ ലക്ഷ്മിയുടെ കൂടെയും അതേപോലെ തന്നെ ഒരു കൾച്ചറും ഇല്ലാത്ത ഇന്ത്യക്കാരുടെ ജീവിച്ച് വളരെയധികം 45 വർഷം തള്ളി നീക്കിയ അല്ലെങ്കിൽ മോശമായി കണക്കാക്കുന്ന വ്യക്തിയാണ് സർ മോഹൻലാൽ. അതിന്റെ കമ്പാർട്ട്മെന്റ് വാസ് എംപ്റ്റി. സർ മോഹൻലാൽ പുട്ട് ഹിസ് ലഗേജ് ഇൻ ദ കൂപ്പേ. അങ്ങനെ ട്രെയിൻ എത്തി. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എംപ്റ്റി. ആൻഡ് ഹി സോ 2 English soldiers coming along looking for a place in the compartment. പെട്ടെന്ന് 2 സോൾജിയേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. One of the soldiers came to the last compartment and called his companion Bill. ഒരു സോൾജിയർ ആ കമ്പാർട്ട്മെന്റിലേക്ക് വന്ന് തന്റെ സുഹൃത്തായ ബില്ലിനെയും കൂടി വിളിച്ചു. ബിൽ asked his friend to get the nigger out. അങ്ങോട്ടേക്ക് ആ കമ്പാർട്ട്മെന്റിലേക്ക് വന്ന ബിൽ പെട്ടെന്ന് പറഞ്ഞു, ഇയാളെ ഈ വൃത്തികെട്ടവരെ വിളിച്ച് പുറത്തിടൂ. മോഹൻലാൽ said reserved but they kicked him out of the train. പെട്ടെന്ന് സർ മോഹൻലാൽ പറഞ്ഞു, ഞാൻ റിസർവേഷൻ ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല, നേരെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. The soldiers were drunk and so turned deaf ears to the Oxford English. ഇവര് ഫുൾ പൂസിലാണ് ഈ 2 സോൾജിയേഴ്സും. അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞ ഇംഗ്ലീഷ്, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ചങ്ങാതിയെ പിടിച്ച് പുറത്തിട്ടു. And they throw his suitcase, thermos, flask, bedding and the Times. അദ്ദേഹത്തിന്റെ സാധനങ്ങൾ, ടൈംസ് പത്രം, അതേപോലെ തന്നെ കിടക്ക, ഫ്ലാസ്ക്, ഇതൊക്കെ പെട്ടി, സൂട്ട്കേസ് ഇതൊക്കെ എടുത്ത് പുറത്തിട്ടു. ആൻഡ് ഹി വാണ്ട് ദം ടു ബി അറസ്റ്റഡ്. പെട്ടെന്ന് സർ മോഹൻലാൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറെ വീമ്പിളക്കി. പക്ഷേ ചവിട്ടി പുറത്താക്കി. ആൻഡ് at this time Lakshmi was there in the ladies compartment, unaware of all these incidents. അങ്ങനെ ട്രെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ടു, തന്റെ ഭർത്താവ് പുറത്താക്കപ്പെട്ടു എന്നൊന്നും അറിയാതെ അടിയും കിട്ടിയിട്ടുണ്ട്. ജാക്ക് എന്ന മറ്റോ പട്ടാളക്കാരൻ്റെ അടുത്ത് നിന്ന് അടിയും കിട്ടി.
ഇതൊന്നും ഈ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ ലക്ഷ്മി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയാണ്, സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യുകയാണ്. ആസ് ദ ട്രെയിൻ ക്ലിയർഡ് ദ പ്ലാറ്റ്ഫോം ഷീ സ്പാറ്റ് ഹിസ് ബീറ്റൽ റെഡ് സലൈവ ഔട്ട്. ആ ട്രെയിൻ മുന്നോട്ടേക്ക് പോയി പ്ലാറ്റ്ഫോമിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തന്റെ വായിൽ നിറച്ച ആ വെറ്റില തുപ്പൽ അവള് വീഴ്ത്തി തുപ്പുന്നു. ഹിയർ ആ ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സ്വന്തം ഭാര്യയെ ലേഡീസ് കമ്പാർട്ട്മെന്റിലും ഇയാൾ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലും കയറി ആളാവാൻ നോക്കിയ ഈ മനുഷ്യന് തന്റെ പ്രവൃത്തിയിലൂടെ തന്നെ തന്റെ വിധി കിട്ടി എന്നുള്ള ആ ഒരു ടൈറ്റിൽ വളരെയധികം അന്വർത്ഥമാക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ മോഹൻലാൽ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സർ മോഹൻലാൽ. പിന്നീട് വാട്ട് വുഡ് മിസ്റ്റർ ലാൽ ഡു ടു ബിഗിൻ കോൺവെർസേഷൻ വിത്ത് ആൻ ഇംഗ്ലീഷ്മാൻ. ഇംഗ്ലീഷ്മാനുമായിട്ട് ഇംഗ്ലീഷുകാരുമായിട്ട് ചർച്ച തുടങ്ങുന്നതിന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹി ഫോൾഡ് ദ ടൈംസ് in its title to show the title and then offer the newspaper. Next year, what happened when the soldiers entered the compartment? Billy Jack ഈ രണ്ട് സോൾജിയേഴ്സ് ആ കമ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയത്ത് they throw സർ മോഹൻലാൽ ഔട്ട് ഓഫ് ദി ട്രെയിൻ. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതുക. നെക്സ്റ്റ് ഇയർ, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് സർ മോഹൻലാൽ ആൻഡ് ലക്ഷ്മി. ലക്ഷ്മിയും സർ മോഹൻലാലും തമ്മിലുള്ള അവരുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ വിവരിക്കുക. ഇത്രയുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. Hope you enjoyed it. Thank you.